ഞാൻ കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്യാംകുമാർ. കേരളീയ സമൂഹം ഇന്ന് ഏറ്റവും പ്രധാനമായി നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് യുവാക്കൾക്കിടയിലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. നമ്മളുടെ 2023 കേസ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തുടനീളം എടുത്ത കേസുകളിൽ 25 വയസ്സിന് താഴോട്ടുള്ള യുവാക്കളാണ് കൂടുതലും. അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ. ഇവരുടെ ഇടയിൽ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം, ന്യൂജൻ ലഹരി എന്നറിയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം വൻതോതിൽ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് 2023 കണ്ടത്. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടും ആകാംക്ഷ കൊണ്ടുമാണ് ആദ്യം ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. പിന്നീട് അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടി വരും. ആയതിനാൽ ഒരു തവണ പോലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നടപ്പിലാക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരു തവണ പോലും നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ, അറിയാവുന്നവരെ അതിൽ നിന്ന് നേർവഴിയിലേക്ക് തെളിക്കാനും നമുക്കൊരു ഉദ്ദേശം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന ഈ പ്രധാന വെല്ലുവിളിയെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാനാകും. കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി മിഷൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. LP UP സ്കൂളുകൾക്ക് വേണ്ടി ബാല്യം അമൂല്യം എന്നൊരു പദ്ധതിയും നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ പരിപോഷിക്കുന്നതിന് വേണ്ടി വിമുക്തി മിഷൻ്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് സ്കൂളുകളിലും കോളേജുകളിലും വിവിധ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും നടത്തി വരുന്നു. ഫുട്ബോൾ മത്സരങ്ങൾ, വോളിബോൾ മത്സരങ്ങൾ, ചെസ് ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, അങ്ങനെ പല മത്സരങ്ങളും കുട്ടികളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് ലഹരിയിൽ നിന്ന് അവരുടെ അശ്രദ്ധ തിരിച്ച് അവരുടെ കായിക കലാമേഖലകളിലെ കഴിവ് പരിപോഷിക്കുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. എൻഫോഴ്സ്മെൻറ്റിനോടൊപ്പം തന്നെ ഇപ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമായി നടത്തി വരികയാണ്. കോളേജുകളിലും ക്യാമ്പസുകളിലും അവരുടെ ഹോസ്റ്റലുകളിലും ശ്രദ്ധ നേർക്കൂട്ടം എന്ന പരിപാടിയും വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം ജീവിതമാണ് ലഹരി എന്നൊരു സന്ദേശമാണ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത്. അതിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ ലഹരി കണ്ടെത്താൻ ശ്രമിക്കുക. അത് കിട്ടാതിരിക്കുമ്പോഴാണ്, അത് കണ്ടെത്താൻ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് പലപ്പോഴും കാശ് കൊടുത്ത് നമ്മൾ പുതിയ ലഹരി മാർഗങ്ങൾ തേടുന്നത്. അത്തരം ലഹരിയിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ വെറും താൽക്കാലികമാണ്. അത് മാത്രമല്ല, അത് ശാരീരികമായ നമ്മുടെ ശരീരത്തിന് പല അസുഖങ്ങൾക്കും രോഗങ്ങൾക്കും അത് കാരണമാകും. സമൂഹത്തിന് ഭീഷണിയാണ്, കുടുംബത്തിന് ഭീഷണിയാണ്, ആ വ്യക്തിക്ക് തന്നെ അത് ഭീഷണിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇനിയിപ്പോൾ ന്യൂ ഇയർ വരികയാണ്. ന്യൂ ഇയറിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കിടയിൽ കുറച്ച് മദ്യവും അല്ലെങ്കിൽ കുറച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് സംഘടിപ്പിച്ച് എവിടെയെങ്കിലും കൂട്ടുകാരുമൊത്ത് ആഘോഷിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ട്രെൻഡ്. അതല്ല ആഘോഷം എന്ന് പറയുന്നത്. നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തോടെ ഒപ്പം സമയം കണ്ടെത്തുക, അതിൽ നിന്നും ആനന്ദം കണ്ടെത്താൻ, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അതാണ് വേണ്ടുന്നത്. അതാണ് ചെറുപ്പക്കാരത് തിരിച്ചറിയണം. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ തരുന്ന സന്തോഷവും അത് വെറും താൽക്കാലികമാണ്. അത് സമൂഹത്തിനും സ്വന്തം വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഭീഷണിയാണ്. ഒരു പുതുവർഷം 2024 നമുക്കൊരു ലഹരിമുക്ത കേരളം രൂപീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. ഞാൻ സ്വയം ലഹരി ഉപയോഗിക്കുന്നില്ല, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ആ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് 2024 നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു പുതുവത്സര ആശംസകൾ നേരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസംബർ 5 മുതൽ ജനുവരി 3 വരെ പ്രത്യേക എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവ് നടത്തി വരികയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൊട്ടാരക്കര താലൂക്കിനെ സംബന്ധിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നവർ എപ്പോഴും 24 മണിക്കൂറും എക്സൈസിലെ ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാണ്. പരാതികളോ എന്തെങ്കിലും ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓഫീസിലെ നമ്പറിൽ വിളിച്ചറിയിക്കാം. അല്ലെങ്കിൽ എൻ്റെ നമ്പർ 94 000 69
446 എന്ന നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ച് പരാതികൾ പറയാവുന്നതാണ്.